ഫ്രണ്ട്സ്, വെൽക്കം ടു നാവിൻ രുചി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു 1 pot മീൽ റെസിപ്പിയായ വെജ് റൈസ് ആണ്. ഈ ഒരു മീൽ തയ്യാറാക്കാൻ വേണ്ടി ഏത് വെജിറ്റബിൾസ് വേണേലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് ഒരു സൈഡ് ഡിഷ് വേണമെന്നില്ല. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 2 ഗ്ലാസ് ബാസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. അത് ഏതാണ്ട് ഒരു 4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായി 1-2 വട്ടം കഴുകിയെടുക്കാം. എന്നിട്ട് ഇതൊരു 30 മിനിറ്റ് നന്നായി കുതിരാൻ വെക്കാം. ഇത് കുതിരുന്ന ടൈമിൽ നമുക്ക് ഇതിന് വേണ്ട മസാല തയ്യാറാക്കാം. അതിനായി ഒരു കുക്കറിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കൂടെ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ചെറുതായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കശുവണ്ടിയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. മുന്തിരിയുടെ കളറൊക്കെ നന്നായി ചേഞ്ചായി വരുമ്പോൾ 3 സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. അത്യാവശ്യം സവാളയുടെ കളറൊക്കെ നല്ലതുപോലെ ചേഞ്ച് ആകണം. അങ്ങനെ ഇപ്പോൾ സവാള നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും 2 പച്ചമുളക് കീറിയതും ചേർത്ത് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണേലും ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്ത ഒരു പൊട്ടറ്റോയും ഒരു ക്യാരറ്റും 10 ബീൻസ് കട്ട് ചെയ്തതും ഒരു കൈപ്പിടി അളവ് ഗ്രീൻ പീസുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് എല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഒരുവിധം ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ റോ സ്മെല്ലൊക്കെ നന്നായി മാറണം. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായി വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് അരി വേവിക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് ഇതിലേക്ക് ഇടുമ്പോൾ ഇച്ചിരി മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരണം. അങ്ങനെ ഇപ്പൊ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം മൂടിയിട്ട് ഒരു 2 വിസിൽ വയ്ക്കാം. അങ്ങനെ ഇപ്പോൾ 2 വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞ് മൂടി തുറക്കാം. ഇനി നമുക്ക് റൈസ് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടോടെ സെർവ് ചെയ്താൽ നല്ല കിടിലം രുചിയിൽ 1 pot വെജിറ്റബിൾ റൈസ് റെഡി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.